ഫസൽ ഗഫൂർ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട തർക്കം ഫിഷറീസുമായി ബന്ധപ്പെട്ടാണ്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്ന് ലത്തീൻ സഭ പറയുകയാണ്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കരുത് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ലീഗ് പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു വന്നിരുന്ന വകുപ്പാണ്. അത് ഞങ്ങൾക്ക് വേണമെന്ന് ലീഗ് പറയുന്നു. അപ്പോഴും ഉന്നത വിദ്യാഭ്യാസം LDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിനെ ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവുമായി തിരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് എടുക്കുകയാണ്. ഫിഷറീസ് ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തരാൻ പറ്റില്ല എന്ന് ലീഗ് പറയുന്നു. ഇതെന്തെല്ലാമാണ് ഈ നടക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എന്താ കാരണം വെച്ചാൽ ഇതൊരു കൊയിലീഷനാണ്. ആക്ച്വലി ഇതിൻ്റെ കൊയിലീഷൻ്റെ ബേസിസ് തന്നെ ജാതി മത ഒരു സെറ്റപ്പാണ്. നല്ല നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. CPM മാതിരിയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ ആദ്യം ഓരോരോ പോയിന്റിലോട്ട് കിടക്കാം. നമ്പർ 1, ഈ ഫിഷർമാൻ മുക്കുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലായി ഇന്ത്യൻ മാരിടൈം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവർ പറയുന്ന വളരെ വ്യക്തമായിട്ട് 40% ക്രിസ്ത്യാനികൾ, 30% ഹിന്ദു, ഈ 30% മുസ്ലിം എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിതി. അല്ലാതെ എല്ലാ മുക്കുവരും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അവരാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് സിനിമ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. കടലിലെ ഓളവും കരയിലെ മോഹവും മാനസമൈനേ വരൂ എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദു ഉണ്ട്, അതിൽ മുസ്ലിമുണ്ട്, പരീക്കുട്ടിയുണ്ട്, അതിൽ പളനിയുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കടലിലെ ബാപ്പുട്ടി മുക്കുവനാണ്. അപ്പോൾ മുക്കുവൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതൽ മുക്കുവൻ ശരിക്കും ഉള്ളത് എന്നുള്ളതൊക്കെ ഒരു വസ്തു നമ്മൾ കണക്കെടുക്കണം. അപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ അത് ആ വകുപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ആ വകുപ്പ് ഒരു കാര്യപ്പെട്ട വകുപ്പായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് വലിയൊരു കാര്യപ്പെട്ടൊരു വകുപ്പാണ്. ഫിഷറീസൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ആദ്യം തൊട്ട് നമുക്കൊന്ന് തുടങ്ങണം. എന്താ പറയുക, ഈ വകുപ്പ് എഡ്യൂക്കേഷൻ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം ഒരു വകുപ്പായിരുന്നു. അതിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ഉന്നത എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, അതുമാതിരി തന്നെ പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഉണ്ടായിരുന്നു. അത് പല വിദ്യാഭ്യാസ മന്ത്രിമാരും കൈകാര്യം ചെയ്ത്. അതിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, PJ ജോസഫ് ഉണ്ടായിരുന്നു, നമ്മുടെ അനൂപിൻ്റെ പിതാവുണ്ട് TM ജേക്കബ് മനസ്സിലായില്ലേ ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ TM ജേക്കബ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മുണ്ടശ്ശേരി മാസ്റ്റർ ഉണ്ടായിരുന്നില്ലേ? അതിന് ശേഷം പിന്നെ അത് മുസ്ലിമുകളുടെ കയ്യിലോട്ട് വന്നു. പിന്നെ ഹിന്ദുക്കൾ കുറവായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അതായത് നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ തവണത്തെ വിദ്യാഭ്യാസ മന്ത്രിയും CPM വിദ്യാഭ്യാസ മന്ത്രിയും അതുമാതിരി തന്നെ ചന്ദ്രശേഖരൻ ജനതയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അതിലിപ്പോൾ ഒരു വലിയ സംഭവം നടന്നേ. അതായത് നമ്മുടെ അച്യുതാനന്ദ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇതിൽ നിന്നെടുത്ത് മാറ്റി. ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സംഭവമാണ്. പഴയമത്തെ ഹെൽത്തൊന്നുമല്ല. കാരണം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ 100 കണക്കിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നഴ്സിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് അങ്ങനെ ഉള്ളത് വന്നപ്പോൾ ഹെൽത്ത് അങ്ങ് എടുത്ത് മാറ്റി. അതിന് ശേഷം രണ്ടാമത്തെ നമ്മുടെ പിണറായി മിനിസ്ട്രി വന്നപ്പോൾ അതിൽ നിന്ന് ലോവർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അത് നിങ്ങൾക്കറിയില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിർത്ത് രണ്ടായിട്ട് ഇത് തിരിച്ചു. അപ്പോൾ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 1/3. അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന CHൻ്റെ കാലത്തോ ET മുഹമ്മദ് ബഷീറിൻ്റെ കാലത്തോ ആരോക്കോട്ടെ, അല്ലെങ്കിൽ അബ്ദുറബിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ 1/3 മന്ത്രിസഭ ഇപ്പോൾ മറ്റേ വകുപ്പ് കയ്യിലുള്ളൂ. അപ്പോൾ അതിൽ ഓൾറെഡി തന്നെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഒരു മന്ത്രിയെ ഹയർ എഡ്യൂക്കേഷൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് റോജി ചെറുപ്പക്കാരനാണ്, ഏറ്റവും വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അവർ കത്തോലിക്ക സമുദായത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ അവർക്ക് കിട്ടിയല്ലോ. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുത്തു കൊടുത്തിരിക്കുന്നതായിരിക്കാണ് പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹിന്ദു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ ഹിന്ദു മുസ്ലിം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വാദം വരുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാദത്തിനെതിരായിട്ട് അത് മുരളീധരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് ചെറുപ്പക്കാരനായിട്ടുള്ള ഷംസുദ്ദീനാണ്. ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? അപ്പോൾ അങ്ങനെ വീതം വന്നപ്പോൾ ഈ മുസ്ലിം ലീഗിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ വീതം വെപ്പിൽ. ആ വീതം വെപ്പിൽ പരിക്ക് പറ്റിയത് കൊണ്ട് അവർ പറഞ്ഞ ഒരു വകുപ്പ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരാവശ്യപ്പെട്ടത് ഫിഷറീസാണ്. ആ ഫിഷറീസ് വകുപ്പ് പെടുമ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കുത്തക ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അവർ കുത്തകയില്ല. അതിനു മുമ്പ് ശർമ്മ ഒട്ടൊക്കെ എത്രയോ ഫിഷറീസ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അന്ന് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വെറുതെ അതിലൊരു കോല് കടത്താണ് ചില കോലിടാൻ അക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പോൾ ലീഗ് അതിൽ ഒത്തുതീർപ്പുണ്ടാക്കുമോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ലീഗുകാരനൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പോൾ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു കാര്യമായിട്ടുള്ള തർക്കമുള്ളത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കാര്യമായിട്ട് തർക്കമുള്ളത്? നിങ്ങൾ പറയും വേറെന്ത് തർക്കമുള്ളതെന്ന്. എല്ലാ തർക്കവും പരിഹരിച്ചല്ലോ ഗവൺമെൻറ് എല്ലാ തർക്കവും പരിഹരിച്ചിട്ടുണ്ട്. ഇതിൽ കാര്യപ്പെട്ടതാണ്. എല്ലാവരും പിന്നെ മോങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഇത്. BJPയിലും കോൺഗ്രസ്സിലും ഒക്കെ ഹൈക്കമാൻഡ് പറയുമ്പോൾ അവർ കുറച്ചൊക്കെ മോങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവർ അംഗീകരിക്കും. അപ്പോൾ ഇത് മോങ്ങിക്കൊണ്ടിരിക്കുന്നതിലൊന്നും കാര്യമില്ല. ഇത് ഏതായാലും ഇത്തരത്തിൽ തന്നെ ഒരു തീർപ്പിലെത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർപ്പിൽ എത്താൻ സമയമെടുക്കുമായിരിക്കും.